നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ അമ്പരപ്പിക്കുന്ന വിജയം ഇന്ത്യൻ വോട്ടർമാർ നാടിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്നതിൽ മറ്റേത് ജനാധിപത്യ രാഷ്ട്രത്തിലെയും വോട്ടർമാരെക്കാൾ വിവേകം പുലർത്തുന്നവരാണ് എന്ന് അടിവരയിടുന്നു. കുപ്രസിദ്ധമായ അടിയന്തരാവസ്ഥയ്ക്കു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ രഹസ്യാന്വേഷണ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ടുണ്ടായ ജനവിധിയുടെ ഏതാണ്ട് സമാനമായി കർണാടകയുടെ വിധി. 1975 ഇന്ദിരയെ പോലെ മോദി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ നേതാവായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം അജയ്യനൊന്നുമല്ല എന്ന് ജനം കാണിച്ചു തരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചുള്ള എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും അമ്പരപ്പിക്കുന്ന വിജയമായി കോൺഗ്രസിന് ലഭിച്ചത്. കോൺഗ്രസ് വിജയിക്കുമെന്ന് കണ്ടെത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും 224 അംഗ കർണാടക നിയമസഭയിൽ 115 സീറ്റ് വരെയാണ് പ്രവചിച്ചത്. അതാണ് 135 ഉയർന്നത്. 1989 ശേഷം കർണാടകത്തിൽ കോൺഗ്രസ് നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത്. 1989 178 സീറ്റും 43.76% വോട്ടും കിട്ടി. 1978 ഇന്നത്തെ കർണാടകയുടെ സ്ഥാനത്തുണ്ടായിരുന്ന പഴയ മൈസൂർ സംസ്ഥാനത്ത് 44.25% വോട്ടും ആകെ ഉണ്ടായിരുന്ന 216 സീറ്റിൽ 148 നേടിയ ചരിത്രം കോൺഗ്രസിനുണ്ട്. അതിൽ നിന്നും 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 80 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോയിരുന്നു. അവിടെ നിന്നുമാണ് 55 സീറ്റുകൾ കൂടുതൽ സ്വന്തമാക്കി കോൺഗ്രസ് 135 എത്തിയത്. 2019 BJPയുടെ ഓപ്പറേഷൻ താമരയിൽ കുടുങ്ങി കുറെ പേർ കോൺഗ്രസ് വിട്ടുപോയിട്ടും 42.9% വോട്ടുകൾ നേടിക്കൊണ്ട് കോൺഗ്രസ് കർണാടകത്തിൽ അധികാരം പിടിക്കുന്നു. 2018 4.8% വോട്ടുകൾ അവർക്ക് കൂടുതൽ കിട്ടി. BJPയുടെ അംഗബലം 104 നിന്നും 66 താഴ്ന്നു. അതുകൊണ്ട് അവർ അധികാരത്തിൽ നിന്നും പുറത്തായി എന്നത് വാസ്തവമാണെങ്കിലും കർണാടകത്തിൽ 36% വോട്ട് നിലനിർത്താൻ അവർക്കായിട്ടുണ്ട്. അതായത് BJP അവിടെ ശക്തി തന്നെയാണ്. 2018 കോൺഗ്രസ് ജനതാദൾ മന്ത്രിസഭയെ മറിച്ചിട്ട് കർണാടകത്തിൽ BJP മന്ത്രിസഭയ്ക്ക് വഴിയൊരുക്കി. BJP മുൻ അധ്യക്ഷൻ യെഡിയൂരപ്പയെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെപ്പിച്ചിട്ടും BJPക്ക് നാട് പിടിക്കാനായില്ല. പോരാട്ടത്തിന് നടുവിൽ പടനായകനെ മാറ്റുന്നതടക്കം അവർ ചെയ്ത പലതും വോട്ടായില്ല. 1999 മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ HD ദേവഗൌഡ സ്ഥാപിച്ച ജനതാദളിന്റെ നില വളരെ ദയനീയമായി. 2018 ലഭിച്ചതിൽ പകുതി സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. 2018 നിയമസഭയിൽ അവർക്ക് ലഭിച്ചത് 37 സീറ്റായിരുന്നു. ഇപ്പോഴുള്ളത് വെറും 19 സീറ്റും. 2018 37 സീറ്റ് വെച്ച് അവർ കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനം വരെ തട്ടിയെടുത്തു. എന്നാൽ ആ മന്ത്രിസഭയെ വലിച്ചിട്ട് BJP അധികാരം തിരിച്ചുപിടിച്ചു. ആ ഓപ്പറേഷനു വേണ്ടി ജനതാദളിൽ നിന്നും മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് പോലും MLA-മാരെ BJP റാഞ്ചി. കോൺഗ്രസ് MLA-മാരെ സംരക്ഷിക്കുവാൻ ആളും അർത്ഥവും എല്ലാം വിനിയോഗിച്ചത് DK ശിവകുമാർ ആയിരുന്നു. അന്ന് പാർട്ടി വിട്ടവരിൽ പലരും സിദ്ധരാമയ്യ ഗ്രൂപ്പുകാരായിരുന്നു. കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ യഥാർത്ഥ ശില്പി ആരായാലും കർണാടകക്കാരനായ അവരുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വലിയ അഭിമാനമായി ഈ വിഷയം. കർണാടക നിയമസഭയിൽ ഈ 3 പാർട്ടിയിലും പെടാത്ത 4 MLA-മാർ കൂടിയുണ്ട്. ഒരു സ്വതന്ത്രൻ ഫലപ്രഖ്യാപനം വന്ന അന്നു തന്നെ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. വൻ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടന്നത്. പ്രധാനമന്ത്രി മോദി അടക്കം BJPയുടെ ദേശീയ നേതാക്കളെയെല്ലാം തലങ്ങും വിലങ്ങും ഓടി നടന്ന് പ്രചരണത്തിൽ സംബന്ധിച്ചു. BJP പ്രധാനമന്ത്രി മോദിയുടെ അടക്കം 130 റോഡ് ഷോകളാണ് നടത്തിയത്. കോൺഗ്രസും വിട്ടില്ല. രാഹുലും പ്രിയങ്കയും സോണിയയും വരെ വന്നു. അവർ 99 റോഡ് ഷോകൾ നടത്തി. ജനതാദൾ 33 റോഡ് ഷോകളും നടത്തി. 206 വൻ പൊതുയോഗങ്ങൾ നടത്തപ്പെട്ടു. കർണാടകത്തിൽ കോൺഗ്രസ് 135 സീറ്റോടെ ഭൂരിപക്ഷം നേടുമ്പോൾ ഓർക്കുക, അത്ര വലിയ വ്യത്യാസത്തിലല്ല ആരും ജയിച്ചത്. 7 പേർ ജയിച്ചത് 2000-ൽ താഴെ മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. 14 പേർ ജയിച്ചത് 2000-നും 5000-നും ഇടയിൽ ഭൂരിപക്ഷത്തിനാണ്. 27 പേർ ജയിച്ചത് 5000-നും 10000-നും ഇടയിൽ ഭൂരിപക്ഷത്തിനാണ്. 33 പേരാണ് 10000-നും 25000-നും ഇടയിൽ വോട്ട് നേടിയത്. 15 പേരാണ് 25000-നും 50000-നും ഇടയിൽ വോട്ട് നേടിയത്. 42 പേർക്ക് 50000-ൽ കൂടുതൽ വോട്ട് കിട്ടി.
74 സീറ്റുകളിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. 79 സീറ്റിൽ 10,000 മുതൽ 25,000 വരെയാണ് ഭൂരിപക്ഷം. കോൺഗ്രസിന്റെ DK ശിവകുമാറിനാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം. കനക്പുരയിൽ അദ്ദേഹത്തിന് 1,42,156 വോട്ട് ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി ജനതാദൾ യുവിലെ B നാഗരാജുവിന് കിട്ടിയത് വെറും 19,602 വോട്ട് മാത്രം. ഭൂരിപക്ഷം 1,22,554. ഈ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആരും അഹങ്കരിക്കുകയോ ആരും നിരാശപ്പെടുകയോ വേണ്ടെന്ന് തന്നെയാണ്. ഈ വോട്ടർമാർ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ചിന്തിക്കണം എന്നില്ല. കർണാടക തെരഞ്ഞെടുപ്പ് തരുന്ന ഒന്നാം പാഠം കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്താൻ ആകും BJP അജയ്യരൊന്നുമല്ല എന്നതാണ്. തന്ത്രപൂർവം കരുക്കൾ നീക്കിയാൽ BJP വല്ലാതെ ഒതുങ്ങും. അതിന് എതിരാളികൾക്ക് വേണ്ടത് പ്രഗത്ഭരായ ദേശീയ നേതാക്കളെക്കാൾ സമർത്ഥരായ പ്രാദേശിക നേതാക്കളെയാണ്. എത്ര ശക്തരും സമർത്ഥരുമായ ദേശീയ നേതൃത്വത്തെയും ശക്തരും തന്ത്രജ്ഞരുമായ മറ്റു പാർട്ടികളിലെ പ്രാദേശിക നേതാക്കൾക്ക് തടയാനാവും. ദേശീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ശക്തമായ ദേശീയ നേതൃത്വത്തിന് ഒപ്പം സമർത്ഥരായ പ്രാദേശിക നേതൃത്വം ഉണ്ടാകുവാനാണ്. BJPയുടെ അധികാരപ്രാപ്തിക്ക് കാരണമായത് ഇത്തരം നേതാക്കളായിരുന്നു. ഗുജറാത്തിലെ നരേന്ദ്രമോദി, മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാൻ, രാജസ്ഥാനിലെ വസുന്ധര രാജ സിന്ധ്യ, ഗോവയിലെ മനോഹർ പരീക്കർ തുടങ്ങിയ പ്രാദേശിക നേതാക്കളാണ് കോൺഗ്രസ് വിരുദ്ധ നീക്കങ്ങളെ വിജയത്തിലെത്തിച്ചത്. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും പ്രധാനമന്ത്രി ശക്തനാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രാദേശിക നേതാക്കൾ ഇരുണ്ടുപോകുന്നു. RSSന്റെ ശക്തമായ തത്വാധിഷ്ഠിത വഴി നടത്തിപ്പ് ഉള്ളപ്പോഴും ഉത്തർപ്രദേശിൽ യോഗിയും ആസാമിലെ വിശ്വാസ് ശർമ്മയും മഹാരാഷ്ട്രയിലെ ഫഡ്നാവിസും മാത്രമാവും ഇന്ന് പ്രാദേശിക തലത്തിൽ ശക്തമാകുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ പാർട്ടികളെയല്ല ജനങ്ങളെയാണ് ഒന്നിപ്പിക്കേണ്ടത് എന്ന് കർണാടക തെളിയിക്കുന്നു. കർണാടകത്തിലെ എല്ലാ മതക്കാരെയും ഒന്നിച്ചു നിർത്താൻ കോൺഗ്രസിനായി. BJP സർക്കാരിന്റെ പല നിലപാടുകൾ മൂലം മുസ്ലിമുകൾ ഏതാണ്ട് ഒന്നായി കോൺഗ്രസിന് വോട്ട് ചെയ്തു. അവർ സാധാരണ സഹായിക്കാറുള്ള ജനതാദളിനെ പോലും തഴഞ്ഞു. അവരുടെ 4% സംവരണം പുനഃസ്ഥാപിക്കും എന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഷൈലോക്കുകൾ രംഗത്തിറങ്ങി. അവർക്ക് അവരുടെ പങ്കുമാംസം വേണം. ഉപമുഖ്യമന്ത്രി പദമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. കേരളത്തിലെ 5ാം മന്ത്രിസ്ഥാനം പോലെയാകുമോ അതെന്നും സംശയിക്കണം. കോൺഗ്രസിൽ നിന്നും ഹൈന്ദവർ കൂടുതൽ അകലുവാൻ ഇടയാക്കുന്ന പ്രവൃത്തി പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ബജ്റംഗ് ദളിനെയും നിരോധിക്കും എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. നടക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ക്രൈസ്തവ പീഡനങ്ങളുടെ പേരിൽ ബൊമ്മെ സർക്കാരിനെതിരെ ക്രൈസ്തവർ വലിയ പോരാട്ടത്തിലായിരുന്നു. അവർ പദവികൾക്കൊന്നും വേണ്ടി പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. ഹിന്ദുത്വ കാർഡ് ഇളക്കി കളിക്കുന്ന BJPക്കെതിരെ ജാതി കാർഡ് ഇളക്കി കളിക്കുകയായിരുന്നു കോൺഗ്രസ്. കർണാടകത്തിലെ പ്രബല ജാതികളായ ലിംഗായത്തുകളും വോക്കലിംഗകളും പട്ടികജാതി പട്ടികവർഗക്കാരും കോൺഗ്രസിന് ഒപ്പം നിന്നതായാണ് സൂചനകൾ. കോൺഗ്രസുകാരുടെ നന്മയോടുള്ള ആകർഷണത്തെക്കാൾ BJP ഭരണം ഉണ്ടാക്കിയ കയ്പുള്ള ഓർമ്മകൾക്കെതിരായ ജനവിധി കൂടിയാവും ഇത്. ജനം വോട്ട് ചെയ്യണമെങ്കിൽ ഒരു പാർട്ടിക്ക് വിശ്വാസ്യത ഉണ്ടാവണം. അവരുടെ നേതാക്കൾക്ക് വിശ്വാസ്യത ഉണ്ടാവണം. അവരെ ഭരണം ഏൽപ്പിക്കാനാവും എന്ന ചിന്ത വേണം. അതായത് ഭരണകക്ഷിക്ക് ബദലാകുവാൻ സാധിക്കും എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടാവണം. കർണാടകത്തിൽ ആ ഒഴിവിൽ കൃത്യമായി കടന്നിരിക്കുവാൻ കോൺഗ്രസിനാകുന്നു. ഈ ഇരിപ്പ് ഉറയ്ക്കണമെങ്കിൽ കോൺഗ്രസ് പലതും ചെയ്യേണ്ടതുണ്ട്. ജനങ്ങൾ ഓരോ ചെയ്തിയും സൂക്ഷിച്ച് വീക്ഷിക്കുകയും ചെയ്യും. എല്ലാവരും കൈയിട്ട് വാരുകയും നാടിനു വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാനാവാതിരിക്കുകയും മുന്നണി ഭരണത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നശിക്കുന്നതിന്റെ സൂചനയായി ജനതാദളിനുണ്ടായ തിരിച്ചടിയെ വ്യാഖ്യാനിക്കാം. ഇത്തരം പാർട്ടികൾക്ക് വോട്ട് ചെയ്താൽ നാടല്ല ആ പാർട്ടികളുടെ നേതാക്കന്മാർ മാത്രമാണ് രക്ഷപ്പെടുക എന്ന ചിന്ത ശക്തമാകുന്നുണ്ട്. അവർ കച്ചവടക്കാരെ പോലെ BJPയോടോ കോൺഗ്രസിനോടോ വിലപേശി കച്ചവടം ഉറപ്പിക്കും, പണമുണ്ടാക്കും. ഇത് ജനം മനസ്സിലാക്കി തുടങ്ങി. ഈ തിരിച്ചറിവ് ഉറച്ച താത്വിക അടിത്തറയുള്ള പാർട്ടികളെ ശക്തമാക്കും. ജനതാദളിൽ നിന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നേതാക്കൾ ഒഴുകുകയായിരുന്നു. നാരായണ ഗൌഡയും പ്രഭാകര റെഡ്ഡിയും അടക്കം എത്രയോ പേർ. ഇങ്ങനെ വന്നവർക്കെല്ലാം കോൺഗ്രസ് എന്തു കൊടുക്കും എന്ന ചോദ്യം ബാക്കിയുണ്ട്. ഒന്നു കിട്ടിയില്ലെങ്കിൽ അവർ വന്ന പോലെ മടങ്ങും.
ഉത്തരം കണ്ടെത്തുവാൻ കോൺഗ്രസ് നന്നെ ക്ലേശിക്കാനാണ് ഇട. കർണാടക പിടിക്കുവാനായി BJP നിയോഗിച്ച RSS നേതാവ് BL സന്തോഷ് ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങൾ ഫലം കണ്ടില്ല. അതുകൊണ്ട് ആ പരിഷ്കാരങ്ങൾ മോശമായി എന്നർത്ഥമില്ല. ഭരണത്തിലെ അഴിമതിക്കെതിരായ ജനവികാരം മനസ്സിലാക്കിയ സന്തോഷ് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും BS യെഡിയൂരപ്പയെ മാറ്റി ബസവരാജ ബൊമ്മയെ കൊണ്ടുവന്നു. ലിംഗായത്ത് സമൂഹത്തിന്റെ ശക്തമായ പിന്തുണ കിട്ടിയിരുന്ന നേതാവായിരുന്നു യെഡിയൂരപ്പ. അദ്ദേഹം മാറ്റപ്പെട്ടതോടെ സമുദായവും മാറി. ആ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള നേതാവാണ് ബൊമ്മയെങ്കിലും അദ്ദേഹത്തിന് സമുദായത്തിന്റെ പിന്തുണ കിട്ടിയില്ല. 21 സിറ്റിംഗ് MLA-മാരെയും മാറ്റിയത് വോട്ടെടുപ്പിൽ ഗുണം ചെയ്തില്ല. പുതുമുഖങ്ങൾ വിജയിച്ചില്ല. ഗുജറാത്തിൽ കിട്ടിയ വോട്ട് കർണാടകത്തിൽ കിട്ടിയില്ല. ഗുജറാത്തിൽ മത്സരിച്ച 45 പുതുമുഖങ്ങളിൽ 43 പേരും ജയിച്ചു. എന്നാൽ കർണാടകത്തിൽ ഭൂരിഭാഗവും തോറ്റു. കർണാടകത്തിലെ 224 സീറ്റിൽ 103 ഇടത്താണ് 2018 സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. സീറ്റ് കിട്ടാത്ത പലരും പാർട്ടി വിട്ടു. അവരിൽ ജഗദീഷ് ഷെട്ടർ, ലക്ഷ്മൺ സവാദി എന്നിവർ കോൺഗ്രസിലെത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തോറ്റെങ്കിലും ഷെട്ടറെ MLC ആക്കി മന്ത്രിയാക്കാനാണ് പരിപാടിയെന്ന് പറയുന്നു. സവാദി ജയിച്ചു. അദ്ദേഹവും മന്ത്രിയായേക്കും. ഇരുവരുടെയും പാർട്ടി വിടൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണം ചെയ്തു. കോൺഗ്രസ് ജയിക്കും എന്ന ചിന്ത ശക്തമായി. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും BJP കൈക്കൊണ്ട നടപടികൾ അവരുടെ പാർട്ടിയുടെ ഭാവിക്ക് നല്ലതാവും. പുതിയ തലമുറ വരും. പുതിയ നേതാക്കൾ കാര്യങ്ങൾ നടത്തും. അഴിമതിക്കെതിരായി നടപടി ഉണ്ടാവും എന്ന ചിന്ത പടരും. ഹിന്ദുത്വ മുദ്രാവാക്യങ്ങളാണെങ്കിലും നാളെ പാർട്ടിക്ക് ഗുണം ചെയ്യും. ഹിജാബ്, ഹലാൽ ഭക്ഷണം, ലവ് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളിൽ കോൺഗ്രസ് സൂക്ഷിച്ച സമീപനം എടുത്തില്ലെങ്കിൽ കളി പാളും. കൃത്യമായ ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത്. അവരുടെ വാഗ്ദാനങ്ങൾ കൃത്യമായിരുന്നു. മുസ്ലിം വോട്ടുകൾ, ജാതി വോട്ടുകൾ, ലിംഗായത്ത്, വോക്കലിംഗ വോട്ടുകൾ എല്ലാം ലക്ഷ്യം വെച്ച് അവർ നീക്കങ്ങൾ നടത്തി. അവ സ്വന്തമാക്കുകയും ചെയ്തു. അവരുടെ പ്രാദേശിക നേതൃത്വം ഒന്നിച്ചു നിന്നു. ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു. ചില പൊടിക്കൈകൾ കാണിച്ച് ജനത്തെ കയ്യിലെടുക്കാനാവില്ലെന്ന് കർണാടക തെളിയിച്ചു. ജയ ബജ്റാംഗ് ബലി മുദ്രാവാക്യവും മറ്റും മുഴക്കിയത് ജനങ്ങൾക്ക് പിടിച്ചെങ്കിലും വോട്ടായില്ല. നാടിന്റെ യഥാർത്ഥ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള പ്രചരണവും പരിഹാര മാർഗങ്ങളും വികസന പദ്ധതികളും ജനം നോക്കും. പിരമിഡിന്റെ അടിത്തട്ടിൽ ശ്രദ്ധിക്കണം. യെഡിയൂരപ്പയുടെ കുത്തകയായിരുന്ന ലിംഗായത്ത് വോട്ടുകൾ BJP തന്നെ പോകാതിരിക്കുവാൻ അവർ നടത്തിയ ഫലം വിജയിച്ചു. അവരുടെ വോട്ടുകൾ കോൺഗ്രസിന് ഏറെ കിട്ടിയില്ല എങ്കിലും വിഹിതം കൂടി. BJPക്ക് വോക്കലിംഗയിൽ കൂടുതൽ പിന്തുണയും കിട്ടി. പട്ടികജാതി പട്ടികവർഗക്കാരും അടങ്ങുന്ന പാവപ്പെട്ടവരിൽ കൂടുതൽ കോൺഗ്രസിന് ഒപ്പം നിന്നു. 40% കമ്മീഷൻ സർക്കാരിന് എന്ന് പ്രതിപക്ഷത്തിന് പറയാൻ മാത്രം ഭീകരമായിരുന്നു BJP സർക്കാരിന്റെ അഴിമതി. ഈ അഴിമതികളെ കുറിച്ചെല്ലാം അന്വേഷിക്കുവാനും പ്രതികളെ ജയിലിലാക്കുവാനും ശിവകുമാർ തുനിയുമോ എന്നെല്ലാം കാണേണ്ടതുണ്ട്. CBIയുടെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട കർണാടക മുൻ DGP പ്രവീൺ സുദിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും എന്ന് ശിവകുമാറിന്റെ ഭീഷണി ഒരു സൂചനയാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരു പാർട്ടി ഭരിക്കുന്നത് മൂലം സംസ്ഥാനത്തിന് ഡബിൾ എഞ്ചിൻ ഭരണം വരുമെന്ന BJPയുടെ വാദം കർണാടകക്കാർ വേണ്ടെന്ന് വെച്ചു. ഹിജാബ് വിവാദം, ഹലാൽ ഭക്ഷണം, ടിപ്പു സുൽത്താൻ, കേരള സ്റ്റോറി, ലവ് ജിഹാദ്, ജനക്കൂട്ടക്കൊല തുടങ്ങിയ വിഷയങ്ങളിൽ BJP എടുത്ത നിലപാട് അവർ പ്രതീക്ഷിച്ചതുപോലുള്ള ഹിന്ദുത്വ ഏകീകരണം ഉണ്ടാക്കിയില്ല. മുസ്ലിം ശത്രുത വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതോടെ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ലെങ്കിൽ രക്ഷയില്ല എന്ന ചിന്തയിലേക്ക് മുസ്ലിം സമൂഹം വന്നു. മറ്റു ചെറിയ പാർട്ടികൾക്ക് കൊടുത്തിരുന്ന വോട്ട് പോലും കോൺഗ്രസിന് കിട്ടി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നേതാക്കൾ ഒരു വർഷത്തിനിടെ നടത്തിയ ക്ഷേത്രങ്ങളിലും മഠങ്ങളിലുമായി നടത്തിയ 311 ദർശനങ്ങൾ വലിയ ഫലം ഉളവാക്കിയില്ല എന്നതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. BJPയുടെ ഹിന്ദുത്വ മുദ്രാവാക്യവും ബജ്റംഗ് ബലി മുദ്രാവാക്യവും വോട്ടായില്ല എന്നും വിലയിരുത്തപ്പെടുന്നു. കർണാടക ജനതയ്ക്ക് 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് കൊടുത്തത്. പാർട്ടിയുടെ 223 സ്ഥാനാർത്ഥികളും ഒപ്പിട്ട് ഈ ഉറപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ഒപ്പിടുക ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ഫയലിൽ ആയിരിക്കും എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ
മല്ലികാർജുൻ ഖാർഗെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ 5 പദ്ധതികൾ ഇവയാണ്: യുവനിധി, അന്നഭാഗ്യ, ഗൃഹജ്യോതി, ഉചിത പ്രയാണ, ഗൃഹലക്ഷ്മി എന്നിവയാണ് കോൺഗ്രസിന്റെ 5 ഉറപ്പുകൾ. തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് മാസം 3000 രൂപ, ഡിപ്ലോമക്കാർക്ക് 1500 രൂപയും സഹായം കൊടുക്കുന്നതാണ് യുവനിധി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഓരോ കുടുംബത്തിനും മാസം 10 കിലോ ധാന്യങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് അന്നഭാഗ്യ. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി കൊടുക്കുന്നതാണ് ഗൃഹജ്യോതി. സ്ത്രീകൾക്ക് സംസ്ഥാനത്താകെ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഉചിത് പ്രയാണം. കുടുംബനാഥയ്ക്ക് പ്രതിമാസം 2000 രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് ഗൃഹലക്ഷ്മി. അധികാരത്തിലെത്തിയാൽ 1 മാസത്തിനകം 2.5 ലക്ഷം സർക്കാർ ഒഴിവുകളിൽ നിയമനം നടത്തും എന്നതും എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഭാരത് ജോഡോ സെന്ററുകൾ ഉണ്ടാക്കും എന്നതും കോൺഗ്രസ് വാഗ്ദാനമാണ്. BJPയുടെ എല്ലാ ജനവിരുദ്ധ നിയമങ്ങളും 1 വർഷത്തിനകം റദ്ദാക്കുമെന്നും ചെറിയ ക്ഷേത്രങ്ങളും മഠങ്ങളും നവീകരിക്കുവാൻ 1000 കോടി നീക്കിവെക്കുമെന്നും ബജ്രംഗ് ദളിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധിക്കും എന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. ഖാർഗെ പറഞ്ഞതുപോലെ ഒപ്പിട്ട് നടപ്പാക്കാൻ കഴിയുന്നവയല്ല ഈ നിർദ്ദേശങ്ങൾ. കോടിക്കണക്കിന് രൂപ വേണ്ടിവരുന്ന പദ്ധതികളാണിവ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുവാനും സർക്കാരിനാവില്ല. ഇല്ലെങ്കിൽ BJP സർക്കാരിനെതിരെ ആഞ്ഞടിക്കും എന്ന് തീർച്ച. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തിയ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ കടിപിടികൾ നടന്നു. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും PCC അധ്യക്ഷൻ DK ശിവകുമാറും തമ്മിലായിരുന്നു വാശിയേറിയ മത്സരം. ഡൽഹിയിൽ നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും ആയുള്ള ധാരണകളിൽ എത്തിച്ചേർന്നു. ജനാധിപത്യ പാർട്ടികളിൽ നേതാക്കന്മാർ തമ്മിൽ പദവികൾക്കായി അവകാശ തർക്കം ഉന്നയിക്കുന്നതിൽ ഒരു അപാകതയും ഇല്ല. എന്നാൽ തീരുമാനത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിനെതിരെ കരുക്കൾ നീക്കുന്നതും അപരനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നതും കളിച്ചു നേടുന്ന വ്യക്തികളെ വ്യക്തിപരമായി സഹായിച്ചേക്കാം, എങ്കിലും പാർട്ടിക്ക് ദോഷമാവും ചെയ്യുക. അടുത്ത കാലത്തായി കോൺഗ്രസിൽ ഉണ്ടാകുന്ന ഇത്തരം ധാരണകൾ പാലിക്കപ്പെടാറില്ല എന്ന് എല്ലാവർക്കും അറിയാം. മധ്യപ്രദേശിൽ അതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് കമൽനാഥ് സർക്കാരിന്റെ പതനവും ജ്യോതിരാദിത്യ സിന്ധ്യയുടെ BJP പ്രവേശനവും. സിന്ധ്യയോട് ഒപ്പം പോയവർ MLA സ്ഥാനം രാജിവെച്ച് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ അവർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഓർക്കുക. ഉടനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സ്ഥിതി മോശമാണ്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മന്ത്രിസഭയ്ക്കെതിരെ തുറന്ന യുദ്ധത്തിലാണ് സച്ചിൻ പൈലറ്റ്. 2018 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണം നയിച്ചത് യുവ നേതാവായ സച്ചിനായിരുന്നു. അക്കാലത്ത് AICC സെക്രട്ടറി ആയിരുന്ന ഗെഹ്ലോട്ട് സ്ഥാനാർത്ഥി പത്രിക കൊടുത്തത് കൂടുതലും തന്റെ പക്ഷക്കാർക്കും. തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിച്ചപ്പോൾ അവർ കൂറുകാട്ടി. ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി പദവിക്കായി അവകാശവാദം ഉന്നയിച്ചു. തർക്കമായി. അവസാനം സച്ചിന് മാന്യമായ പദവികൾ കൊടുത്ത് മന്ത്രിസഭയിൽ ചേർത്തു. എന്നാൽ അവർക്ക് മന്ത്രിസഭയിൽ തുടരാനാവാത്ത നില മുഖ്യമന്ത്രി ഉണ്ടാക്കി. അധികാരം ഉപയോഗിച്ച് അദ്ദേഹം സച്ചിന്റെ കൂടാരത്തിലും കലാപം ഉണ്ടാക്കി. സോണിയാഗാന്ധി AICC പദവി ഒഴിഞ്ഞപ്പോൾ സോണിയ ഗെഹ്ലോട്ട് പാർട്ടിയെ നയിക്കട്ടെ എന്ന ആശയം മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഗെഹ്ലോട്ട് തയ്യാറായില്ല. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടും സച്ചിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് തുടങ്ങിയിട്ടും സച്ചിൻ ഗെഹ്ലോട്ട് യുദ്ധം പരസ്യമായി തുടരുകയാണ്. അത് സച്ചിൻ പാർട്ടി വിടുന്നതുവരെ എത്തിക്കാനാണ് ഇട. എങ്കിൽ ഒരു രാജസ്ഥാൻ ദുരന്ത കഥ ഉണ്ടാകും. അടുത്തത് ഛത്തീസ്ഗഡ് ആണ്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തിന് 2 പേർ അവകാശവാദം ഉന്നയിച്ചു. ഭൂപേഷ് ബാഗലും TS സിംഗ് ദിയോയും. ബാഗൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുർമി ജാതിക്കാരനും സിംഗ് ദയോ രാജകുടുംബാംഗവുമാണ്. ഭാരതത്തിലെ നിയമസഭാ അംഗങ്ങളിൽ ഏറ്റവും സമ്പന്നൻ സിംഗ് ദയോ ആണ്. DK ശിവകുമാറിനെ പോലെ BJPയുടെ കണ്ണിലെ കരടും സിംഗ് ദയോ ആണ്. 2018 വിജയശില്പിയായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടു. മുഖ്യമന്ത്രി പദവിക്കായുള്ള തർക്കം വന്നപ്പോൾ പിന്നോക്കക്കാരൻ എന്ന പ്രത്യേകത കൂടി കണക്കിലെടുത്ത് സിംഗ് ദയോയ്ക്ക് 5 സുപ്രധാന വകുപ്പുകളും. എന്നാൽ പിന്നീട് കണ്ടത് ബാഗലിന്റെ കളികളാണ്. 2022 ജൂലൈയിൽ സിംഗ് ദയോ തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു മന്ത്രിസ്ഥാനം രാജിവെച്ചു. ആരോഗ്യ മന്ത്രിസ്ഥാനം തുടരുന്നു. തിരഞ്ഞെടുപ്പ് വാതിൽപ്പടിയിൽ എത്തിയപ്പോഴും അവരുടെ വഴക്ക് തുടരുകയാണ്. ഗെഹ്ലോട്ടും ഭൂപാലും മുഖ്യമന്ത്രിമാരായി തന്നെ തുടരുന്നു.
ഹൈക്കമാൻഡിന് ഉപദേശിക്കാനല്ലാതെ ഒന്നും ചെയ്യാനാവുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് കർണാടകയിൽ സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിൽ എന്താകും സംഭവിക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച ആശങ്കയുള്ളത്. സിദ്ധരാമയ്യ നല്ല കളിക്കാരനാണ്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ശിവകുമാറിനെ ഏൽപ്പിച്ചിട്ടും അദ്ദേഹം ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ ഉറപ്പാക്കി. മുൻപിൻ നോക്കാനില്ലാത്ത അദ്ദേഹം നടത്താവുന്ന കളികൾ കാത്തിരുന്ന് കാണണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനിയും 3 ടെസ്റ്റ് പേപ്പറുകൾ കൂടി ഉണ്ട്. രാജസ്ഥാനിലെയും തെലങ്കാനയിലെയും മധ്യപ്രദേശിലെയും തെരഞ്ഞെടുപ്പുകൾ. കോൺഗ്രസിലെ സിന്ധ്യ ഗ്രൂപ്പിനെ പിടിച്ചെടുത്ത് ഭരണത്തിലെത്തിയ മധ്യപ്രദേശിൽ ഭരണം നിലനിർത്തണം. രാജസ്ഥാനിലും തെലങ്കാനയിലും ഭരണം പിടിക്കണം. കർണാടകയിലെ അനുഭവങ്ങൾ BJPക്കാവും ഇക്കാര്യത്തിൽ കൂടുതൽ സഹായകമാവുക. മധ്യപ്രദേശിൽ ഭരണം നിലനിർത്തുക BJPക്ക് എളുപ്പമല്ല. അവിടുത്തെ ഇപ്പോഴുള്ള MLA-മാരിൽ 40% പേരുടെയും പ്രവർത്തനം മോശമാണെന്നാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്. അവരെ മാറ്റണം എന്നാണ് പാർട്ടി നടത്തിയ വിലയിരുത്തലിൽ കണ്ടെത്തിയതെന്നാണ് വാർത്ത. എന്നാൽ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ഉണ്ടായ കർണാടക അനുഭവം ഇക്കാര്യത്തിൽ 2 വട്ടം ആലോചിക്കുവാൻ BJPയെ നിർബന്ധിക്കും. ഷട്ടറിനെ പോലെയുള്ള ഒരു മുൻ മുഖ്യമന്ത്രിയെ പോലും അവഗണിച്ച് പാർട്ടി തീരുമാനവുമായി മുന്നോട്ടു പോകുവാൻ ധൈര്യം കൊടുത്തത് ഗുജറാത്തിൽ പുതുമുഖങ്ങൾ നേടിയ വിജയമാണ്. ജനാധിപത്യത്തിന്റെ ഒരു വികൃത മുഖമാണിത്. പൊതുജീവിതത്തിൽ എത്ര നിന്ദ്യമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും തിരഞ്ഞെടുപ്പിൽ ജയിക്കാനാകുന്നു. അതോടെ ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള ആരോപണം പോലും ജനം തള്ളി എന്നാണ് പ്രതിയുടെ അവകാശവാദം. മധ്യപ്രദേശിൽ പുതിയ നായകനാകുവാൻ ജ്യോതിരാദിത്യ സിന്ധ്യയും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മയും തമ്മിൽ ശീതസമരം ഉണ്ട്. സിന്ധ്യയാണ് കൂടുതൽ ജനകീയൻ എന്നാണ് വിലയിരുത്തൽ. RSSന് പ്രിയം ശർമ്മയെയാണ്. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേക്കേറിയ സിന്ധ്യയുടെ വല്ലാത്ത മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനം, അതിനാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടതും. രാജസ്ഥാനിൽ വസുന്ധര രാജെ സിന്ധ്യയും സംസ്ഥാന പ്രസിഡന്റ് ജോഷിയും തമ്മിൽ ഉടക്കിലാണ്. ജോഷി വസുന്ധരയെ നോക്കാതെ പാർട്ടി പരിപാടികളുമായി മുന്നേറുകയാണ്. വസുന്ധരയും കോൺഗ്രസ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി നല്ല ബന്ധത്തിലാണ് കാര്യങ്ങൾ എന്നാണ് പ്രചരണം. സിന്ധ്യയെ പോലെ സച്ചിൻ പൈലറ്റും കോൺഗ്രസ് വിടാനിരിക്കുവാൻ കാരണം വസുന്ധരയാണ്. അശോക് ഗെഹ്ലോട്ട് ഒന്നിനൊന്ന് സച്ചിനെ ഒതുക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടും 2 പാത്രമാകും എന്നാണ് പറയുന്നത്. തെലുങ്കാനയിൽ 2 പാർട്ടിക്കും വലിയ സ്വാധീനം ഇല്ല. എന്നാൽ തെലുങ്കാന രാജ്യസമിതിയും കോൺഗ്രസും പ്രതിപക്ഷ ഐക്യത്തിന്റെ പേരിൽ ഒന്നിച്ചു മത്സരിക്കുവാൻ സാധ്യതയുണ്ട്. എങ്കിലും BJP ഒറ്റയ്ക്കാവും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി ഷർമിള YSR തെലുങ്കാന പാർട്ടിയുമായി തെലുങ്കാനയെ ഇളക്കുന്നുണ്ട്. അവർ BJPക്ക് ഒപ്പം നിൽക്കും എന്നാണ് കരുതപ്പെടുന്നത്. മോദിക്ക് എന്നല്ല, ഏത് ദേശീയ നേതാവിനും മാത്രമായി ഒരു തെരഞ്ഞെടുപ്പും ജയിക്കാനാവില്ല. പ്രാദേശിക നേതാക്കൾ വരണം. UPയിലെ യോഗി ആദിത്യനാഥോ ആസാമിലെ ഹിമന്ത വിശ്വാസ ശർമ്മയോ മഹാരാഷ്ട്രയിലെ ഫഡ്നാവിസോ അല്ലാതെ പ്രാദേശിക നേതാക്കൾ ഇല്ലാതായി. രാജസ്ഥാനിൽ വസുന്ധര രാജെ സിന്ധ്യയും മധ്യപ്രദേശിൽ ചൗഹാനും ഒതുക്കപ്പെട്ടു. സീനിയേഴ്സിനെ മാറ്റി നിർത്തി പുതിയ തലമുറയെ കൊണ്ടുവരുവാൻ നടത്തിയ നീക്കം BJPക്ക് വിനയായി. BJPയുടെ ഹിന്ദുത്വത്തെക്കാൾ ജാതി രാഷ്ട്രീയം കളിക്കുന്നതിനാണ് കോൺഗ്രസ് ഇപ്പോൾ നോക്കുന്നത്. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായാലും ഇല്ലെങ്കിലും കോൺഗ്രസിന്റെ സാമ്പത്തിക ക്ലേശത്തിന് വലിയ പരിഹാരമാവും മധ്യപ്രദേശിലും രാജസ്ഥാനിലും വിജയക്കൊടി പാറിക്കുവാൻ കോൺഗ്രസിനായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ആത്മവിശ്വാസത്തോടെ മത്സരിക്കാനാവും. അടുത്ത 5 വർഷം കൂടി BJP തന്നെ ഇന്ത്യ ഭരിക്കും എന്ന ഉറച്ച വിശ്വാസത്തിന് കുലുക്കം ഉണ്ടാക്കുവാൻ കർണാടകയ്ക്കായി. 2019 വടക്കേ ഇന്ത്യ നൽകിയ വമ്പൻ പിന്തുണയ്ക്ക് ശേഷം ബീഹാറിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ മാറ്റങ്ങൾ മൂലം BJPക്ക് ലഭിക്കാവുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവാൻ ഇടയുണ്ട്. ഈ കുറവ് തെക്കേ ഇന്ത്യയിലെ 115 സീറ്റുകളിൽ നിന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകളിൽ നിന്നും നികത്താം എന്നായിരുന്നു BJPയുടെ ആലോചന. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കർണാടകയിലെ സീറ്റ് കുറയുമോ എന്ന ആശങ്കയാണ് ശക്തമാകുന്നത്. ഇത് BJPക്ക് ഗുണമാകുമോ ദോഷമാകുമോ ഉണ്ടാവുക എന്ന് കണ്ടറിയണം. ആമയും മുയലും തമ്മിൽ നടന്ന ഓട്ടത്തിലെ മുയലിനെ പോലെ ഈസി വിജയം സ്വപ്നം കണ്ടിരുന്ന ഇവർ ഇനി കിണഞ്ഞു ശ്രമിക്കും. ഓരോ കരയിലെയും മറിക്കും.
കളി പാളാം എന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന കർണാടക ഫലം അതുകൊണ്ട് തന്നെ BJPയുടെ വിജയക്കുതിപ്പിന് ഉത്തേജകമാവാം. അതിനു പകരം കുറെ ബലിയാടുകളെ കണ്ടെത്തി തോൽവിയുടെ ഉത്തരവാദിത്തം ചാർത്തി അവരെ കുറ്റവാളികളാക്കി മുഖം രക്ഷിക്കുവാൻ നോക്കിയാൽ അവർക്കു തന്നെയാവും ദോഷം. BJPയുടെ നിലപാടുകൾ ബലി കഴിച്ച് ഒരു തിരഞ്ഞെടുപ്പ് വിജയം നേടാൻ അവർ തയ്യാറാകാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയേക്കാവുന്ന മുസ്ലിം ഉപമുഖ്യമന്ത്രി പോലുള്ള മുസ്ലിം പ്രീണന നടപടികൾ തന്നെ അവർക്ക് ആയുധമാകാം. ഹിന്ദുക്കളെ തിളപ്പിക്കാനും സാധിക്കും. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ BJPക്കായാൽ ഈ തോൽവി ഇന്ത്യ വീണ്ടും പിടിക്കുന്നതിൽ അനുഗ്രഹമാകും. മോദി ഭരണത്തെ ജനങ്ങൾ വിലയിരുത്തും എന്ന കൃത്യമായ മുന്നറിയിപ്പായി. നോട്ട് നിരോധനവും COVID-19, ചൈന അതിർത്തി പ്രശ്നവും, കോടതിയുമായുള്ള ഏറ്റുമുട്ടലും, ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കുന്നതും, അദാനിയുടെ ഓഹരി തട്ടിപ്പ് വിഷയവും എല്ലാം BJPയെ വിലയിരുത്തുന്ന അളവുകോലുകളാകാം. ഹിന്ദു വർഗീയ കാർഡ് കൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവില്ല എന്ന് കർണാടക മുന്നറിയിപ്പ് തരുന്നു. BJPക്ക് ഡബിൾ എഞ്ചിൻ പോലുള്ള മുദ്രാവാക്യങ്ങൾ മാറ്റേണ്ടി വരും. അവ പോരാതെ വരും. കമ്മീഷൻ പോലുള്ള കൈക്കൂലി കഥകൾ വ്യാപകമായി വരാം. കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത്. DK ശിവകുമാറാണ് ആഭ്യന്തരമന്ത്രി. BJP ചെയ്തത് പലതും ശിവകുമാർ ആവർത്തിക്കാം. കാരണം ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നവനാണല്ലോ ശിവകുമാർ. 1999 മണ്ഡൽ റിപ്പോർട്ട് പോലെ പിന്നോക്കക്കാരുടെ ഉന്നമനം എന്ന കാർഡ് ഇറക്കി കോൺഗ്രസും പ്രതിപക്ഷവും കളിക്കുക കൂടി ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടെ പ്രതിരോധം തീർക്കേണ്ടി വരും. 2018 നിയമസഭയിൽ 80 സീറ്റ് കിട്ടിയ കോൺഗ്രസിന് ലോക്സഭയിൽ കിട്ടിയത് 1 സീറ്റാണ്. അത് 20 ആക്കാമെന്നാണ് ശിവകുമാർ പറയുന്നത്. അതിന് പുതിയ സർക്കാരിന്റെ പ്രവർത്തനവും വലിയ പ്രേരണയാകും. എങ്കിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പദവി എങ്കിലും കോൺഗ്രസിന് കിട്ടുന്ന നില വരും. കർണാടക സർക്കാർ എതിരാളികൾക്ക് ആയുധമാക്കത്തക്ക തീരുമാനങ്ങൾ എടുത്താൽ പുതിയ സർക്കാർ കോൺഗ്രസിന് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. ലോക്സഭ 2024 ആകുമ്പോഴേക്കും ഇനിയും എന്തെല്ലാം മാറാനിരിക്കുന്നു. ഒന്നുണ്ട്, കോൺഗ്രസിന്റെ തറവില വല്ലാതെ ഉയർത്തി കർണാടക വിജയം. ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് BJPക്ക് മുന്നറിയിപ്പും കൊടുത്തു. രണ്ടും ഇന്ത്യൻ ജനാധിപത്യത്തിന് നല്ലതാണ്. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പോടെ 2024 ആർക്കും വിജയിക്കാം എന്നുവരെ ചിന്തയായിരിക്കുന്നു. കേരള വൈദ്യുതി ബോർഡ് വൈദ്യുതി വാങ്ങുന്നതിനായി 2014 UDF സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയ 25 വർഷ കരാർ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ 2023 മെയ് 18 റദ്ദാക്കി. കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ ഈ ഇടപാട് ചട്ടവിരുദ്ധവും ജനതാൽപര്യങ്ങൾക്ക് എതിരുമാണെന്ന് കമ്മീഷൻ വിധിച്ചു. ചട്ടലംഘനത്തിലൂടെ 25 വർഷം കൊണ്ട് 5926 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകും. വർഷം 237 കോടി രൂപ അധിക ബാധ്യത വരും. കരാർ ഉണ്ടാക്കിയപ്പോൾ 3.69 രൂപ കോട്ട് ചെയ്ത കമ്പനിക്കും 4.15 കോട്ട് ചെയ്ത കമ്പനിക്കും കരാർ കൊടുത്തു. ഈ കരാർ പ്രകാരം ഇതുവരെ വൈദ്യുതി വാങ്ങിയതിൽ 1100 കോടി രൂപ അധിക ചെലവായിട്ടുണ്ട്. ഇതാണ് കൗതുകം. കോൺഗ്രസ് മന്ത്രി കാണിച്ച അഴിമതി 7 കൊല്ലമായിട്ടും ഇടതുപക്ഷം സഹിച്ചു. പരസ്പര സഹായ സംഘം. ഇടത് വലത് മുന്നണികളുടെ തനിനിറം ആണിത്. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.